ഇത് ഈ ആരോപണങ്ങൾ തനിക്കെതിരെ അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. അതിൽ കള്ളപ്പരാതികൾ വരാൻ സാധ്യത, പല ആളുകൾ പണം അടിക്കാനും ഉൾപ്പെടെ അങ്ങനെ വരാൻ സാധ്യത, അവസരങ്ങൾ നഷ്ടപ്പെട്ടവർ പരാതി പറയാൻ സാധ്യത. അവസരങ്ങൾ ഞങ്ങളെ പോലുള്ള പെണ്ണുങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ലല്ലോ. ഞങ്ങൾ ബെഡ് ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവസരങ്ങൾ കൂടി നമ്മുടെ പുറകെയുണ്ട്. അപ്പോൾ അത് പറയുന്നതിൽ പ്രസക്തമില്ല. അവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണെന്നല്ല, ഒരിക്കലുമല്ല. എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ ബെഡ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു സിനിമ ഞങ്ങൾക്ക് അഭിനയിക്കണ്ട. അപ്പോൾ ഇത് കൂടാതെ ഈ നടന്മാരെ കൂടാതെ മറ്റൊരു അഡ്വക്കേറ്റ്, അവരുടെ പ്രൊഡക്ഷൻ ആളുകൾ, ഇവർക്കെതിരെയും താങ്കൾ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരാൾ. അപ്പം കുട്ടിക്കാനത്ത് ഒരു സിനിമൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പം ഞാൻ അതിനകത്ത് കോ പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പ്രീ പ്രൊഡക്ഷന് വേണ്ടി എൻ്റെ വണ്ടിയും കൂടി ഞാൻ ലൊക്കേഷൻ കാണാൻ പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് ഞാൻ എഫേർട്ടൊക്കെ എടുത്തു. അതിനുശേഷം 2-3 സിനിമ, അതിനകത്ത് കലാഭവൻ മണിയുടെ വൈഫായിട്ടായിരുന്നു. 2-3 ദിവസം ഞാൻ അവിടെ അഭിനയിക്കുകയും ചെയ്തു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പറഞ്ഞു, മിനു നമുക്ക് ബോൾഗാട്ടിയിലൊരു ലൊക്കേഷൻ കാണാൻ പോകണം, ഒന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഓടി പോവുകയും ചെയ്തു പുള്ളിക്കാരൻ്റെ കൂടെ. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏതോ ഒരു റിസോർട്ടിലോട്ട് ഇങ്ങനെ കൊണ്ട് കയറ്റിക്കൊണ്ട് ഇപ്പോൾ ഒരു ചേട്ടൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഈ അഡ്വക്കേറ്റ് അപ്രത്യക്ഷമായി. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം ഉച്ച കഴിഞ്ഞ് 3 മണി ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അതേ കുട്ടികൾ വരാൻ സമയമായി സ്കൂളിൽ നിന്ന്, അപ്പോൾ ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. അങ്ങനെ ഇറങ്ങാൻ പാടില്ല, അങ്ങനെ പെട്ടെന്ന് പോകാൻ വന്നല്ലോ. അതുകൊണ്ട് പുള്ളിക്കാരൻ കയറി എന്നെ കടന്നു പിടിച്ചു. എന്നിട്ട് വന്നിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ പുറകോട്ട് ഇല്ല ഇതെന്താ അല്ല പറഞ്ഞില്ലേ പുള്ളിക്കാരൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ലൊക്കേഷൻ നോക്കാൻ വന്നതാണ്, ഞാൻ അല്ല വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പുള്ളിക്കാരനും പെട്ടെന്ന് സോറി പറഞ്ഞു. പക്ഷേ എന്നെ കൊണ്ട് കൂട്ടിക്കൊടുത്തതായിരുന്നു ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരന്. ഈ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ഒരു പ്രൊഡ്യൂസർ അവിടെ വന്നാൽ വില്ലയിൽ താമസിക്കുന്നുണ്ടല്ലോ. വില്ലയില എന്തോ റിസോർട്ട്, അറിയില്ല ആരുടെ അടുത്ത്. എന്നോട് പരിചയപ്പെടുത്തിയത് പ്രൊഡ്യൂസറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ പോകട്ടോ എന്ന് പറഞ്ഞു. അപ്പം അയാൾ നല്ലൊരു ജെന്യൂൻ മാൻ ആയിരുന്നു. അപ്പോൾ പറഞ്ഞു, സോറിട്ടാ ഞാനും അറിഞ്ഞില്ല, മിനുവിൻ്റെ അനുവാദപ്രകാരമല്ല മിനു വന്നെന്ന് എനിക്കറിയില്ലായിരുന്നു പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തിരിച്ചു പോയി. ആ സിനിമയിൽ നിന്ന് എന്നെ കട്ട് ചെയ്തു. പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ, അത് ഒന്ന് നോബിൾ എന്നെ ഇങ്ങനെ വന്നിറങ്ങി. ഞാൻ ചെന്നൈയിൽ നിന്നാണ് വന്നത്. എന്നെ കൊണ്ട് പുള്ളിക്കാരനെ ഒരു ലൊക്കേഷനിൽ കൊണ്ടുപോയി. അന്ന് മാഫിയ ശശിയുള്ള സിനിമയാണ്. അപ്പം ആ ലൊക്കേഷനിൽ കൊണ്ടിട്ട് കാറിൽ തന്നെ ഇറക്കിയില്ല. പുള്ളി എന്തോ സംസാരിച്ച് തിരിച്ചു വന്ന് പറഞ്ഞു, മിനുവിൻ്റെ റോള് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ. അപ്പം ഇങ്ങനെ തിരിച്ച് നമ്മൾ വേറെ വഴി കൂടെ വിജനമായ റോഡിൽ കൂടെ കൊണ്ടുവന്നേ. 2 കാടിൻ്റെ നടുക്കൂടെ 2 ടാറിട്ട റോഡിൽ കൂടെ കൊണ്ടുവന്നു. എന്നിട്ട് പതുക്കെ ഓടിച്ചിട്ട് ഈ വലത്തേക്കായി കൊണ്ട് വണ്ടി ഓടിക്കുകയും ഇടത്തേക്കായി കൊണ്ട് എന്നെ ഇങ്ങനെ വളരെ ഇങ്ങനെ ചേർത്ത് അയാൾ നെഞ്ചിനോട് ചേർത്ത് അങ്ങ് പിടിക്കുകയും എവിടേക്കോ ഉമ്മ വയ്ക്കുന്നു, എന്തൊക്കെയോ പരാക്രമങ്ങൾ അയാൾ എന്നെ ചെയ്തു. ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തു. കാരണം ഒന്നാമത് എനിക്ക് ഭയങ്കരമായിട്ട് വേദനയും, ഗിയർ ബോക്സ് എവിടെ എന്തൊക്കെയോ കൊള്ളുകയും വിട് എന്നൊക്കെ എല്ലാം പറഞ്ഞ് വിടുന്നില്ല. ലാസ്റ്റ് ഡോറിട്ട് ചവിട്ടുകയൊക്കെ ചെയ്തു. ഡോർ എങ്ങനെയോ തുറന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് ചാടൂ എന്നൊക്കെ പറഞ്ഞത്തേക്ക് കാലൊക്കെ വെളിയിൽ പോയി കാറിൻ്റെ. അന്നേരമാണ് അയാൾ പെട്ടെന്ന് വണ്ടി നിർത്തിയപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം. അപ്പോൾ എനിക്ക് ഇറങ്ങി ഓടണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ആ കാട് കണ്ടപ്പം ഇത് യുക്തിയെല്ലാം തോന്നി. കാരണം വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സംഭവം, പട്ടി വന്നാലും മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ ഞാൻ പറഞ്ഞു, എന്നെ മര്യാദയ്ക്ക് എന്നെ എവിടെ കയറ്റിയോ അവിടെ തന്നെ എന്നെ കൊണ്ട് തിരിച്ചു പോകണം, വലിയ പ്രശ്നവും. അപ്പോഴത്തേക്ക് അയാൾ ഇച്ചിരി കാം ഡൗൺ ആയി. എന്നിട്ട് പിന്നെ അയാളെ അവിടെ തന്നെ എന്നെ കൊണ്ട് ഇറക്കി. മറ്റേ വിച്ചു അത് കഴിഞ്ഞ മാസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചിയല്ല എടോ തനിക്ക് നല്ലൊരു റോളുണ്ട്, ബിന്ദു പണിക്കറൊക്കെ ചെയ്യുന്നൊരു റോളാണ്, അത് ഫിക്സ് ചെയ്യണമെങ്കിൽ താൻ ഉടനെ തന്നെ ട്രിവാൻഡ്രത്തിന് വരണം, ഡയറക്ടറിനെയും പ്രൊഡ്യൂസറിനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തനിക്ക് ആ റോള് ഫിക്സ് ആക്കിയെന്ന്. അപ്പോൾ എനിക്ക് ഞാൻ ഈ വിച്ചു എന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല, മുൻപരിചയമില്ല. പിന്നെ എടോ താനെന്നൊക്കെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതെ ഈ താനും നീ എന്നൊക്കെ വിളി ഒഴിവാക്കിയിട്ട് എൻ്റെ പേര് വിളിക്കും. അല്ല ഇയാൾക്ക് എന്നെക്കുറിച്ച് അറിയാൻ മേലഞ്ഞിട്ടാ, ഞാൻ എല്ലാവരെയും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ എനിക്കതുകൊണ്ട് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അല്ല ഒന്നുകൂടെ അന്ന് ആലോചിച്ചിട്ട് വിളിക്കേ, ഞങ്ങൾ സമയം തരാമെന്നാണ് ഫോൺ വെച്ചു പുള്ളിക്കാരൻ. ഇടവേള ബാബു എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ ഞാൻ സ്റ്റേജ് ഷോയ്ക്കൊക്കെ കൊണ്ടുപോകാം, മീന് പാട്ട് പാടും ഡാൻസൊക്കെ ചെയ്യും, അപ്പോൾ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകാം, വളരെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പം ഈ അമ്മയിൽ ഇതിൻ്റെ ആൾ പുള്ളിക്കാരനാണ്, സെക്രട്ടറിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പുള്ളി പറഞ്ഞു, എൻ്റെ ഫ്ലാറ്റിലോട്ട് പോവാം, കല്ലൂരുള്ള ഫ്ലാറ്റിലോട്ട് പോവാം, ആപ്ലിക്കേഷൻ ഒപ്പിടണം, അപ്പോൾ അത് ഫില്ല് ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളും പതുക്കെ എന്നെ പുറകെ തന്നെ കെട്ടിപ്പിടിച്ച് കഴുത്തിൽ ഇങ്ങനെ ചുമൊക്കെ വെച്ചിട്ട് എന്ത് ഷാമ്പു ഇടണം, നല്ല മണമൊക്കെ അങ്ങനെയൊക്കെ. ഞാൻ അയ്യോ ഇതെന്താ ഇതെന്തെങ്കിലും പെട്ടെന്ന് ഇതാക്കി. അപ്പോൾ നമുക്ക് കാരണം ഇത് മുമ്പ് അഭിനയിച്ചതാണ്, നമ്മൾ ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിച്ചതാണ്. അപ്പോൾ പുള്ളി എനിക്ക് പെട്ടെന്ന് നമുക്ക് റഫാകാൻ പറ്റത്തില്ല, മാറ് എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരനെ അടുത്തടുത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ പോകുവാന്ന് പറഞ്ഞു. പെട്ടെന്ന് അത് ഫില്ല് ചെയ്തില്ല ശരിക്കും, ഞാൻ ഇറങ്ങി ഓടിപ്പോന്നു.
പിന്നെ ഇന്നസെൻ്റ് ചേട്ടനെ വിളിച്ച് പറഞ്ഞു. ഇന്നസെൻ്റ് ചേട്ടൻ എന്താ എനിക്ക് ഇത് കിട്ടുന്നില്ല. അപ്പം ഈ മുകേഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇതെന്താ എനിക്കെന്താ അഡ്മിഷൻ, ഞാൻ 6 സിനിമ അഭിനയിച്ചില്ല. അപ്പം കുട്ടി ഒരു കാര്യം ചെയ്യുക, ഇന്നയാളെ പോയി കണ്ടിട്ട് ഇന്നയാൾക്ക് അതെല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതുപോലെ ചെയ്തപ്പോഴത്തേക്കും അവിടെ നിന്ന് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു മിനുവിനെ ഇവിടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റീസിന് മിനുവിനെ അറിയത്തില്ല. ഞാൻ പറഞ്ഞു അയ്യോ അറിയത്തില്ലേ, ഞാൻ 6 സിനിമ അഭിനയിച്ചല്ലോ. 6 എക്സിക്യൂട്ടീവ് കമ്മിറ്റീസ്. അപ്പോൾ പറയുക ജയസൂര്യ, മണിമ്പിള്ള രാജു, ഇടവേള ബാബു, മുകേഷ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ജന്മത്തിൽ എനിക്ക് അവർ ആ കമ്മിറ്റിയിൽ ഉള്ളിടത്തോളം കാര്യം എനിക്ക് കിട്ടില്ല. ഇനി ഇവിടെ നിന്നിട്ട് പിന്നെ പല സിനിമകളും ഇവർ മിനു ഈസ് യൂസ്ലെസ് ലേഡി, മിനുവിനെ കൊണ്ടൊരു ഹെൽപ്പില്ല, അവളെ വേണ്ട, അങ്ങനെ പല സിനിമകളും. കാരണം നമ്മളൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളും ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ്, നമുക്കൊക്കെ ടാലൻസ് ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ നോക്കുക, എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഞാൻ എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തൊക്കെ ഒരാളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ അവിടെ അവർ ഇവരെ പോലുള്ളവർ, അതായത് ഈ മുകേഷും ഇടവേള ഇങ്ങനെയുള്ള കുറച്ച് ഒരു പ്രത്യേക ഒരു ഗ്യാങ് ഉണ്ട് സിനിമയിൽ, ഒരു മാഫിയ പോലത്തെയൊക്കെ. ഇവരൊക്കെ മാറ്റി കഴിഞ്ഞാൽ മലയാളം ഫിലിം നല്ല രീതിയിൽ വരുമെന്നാണ് എൻ്റെ ഉറച്ച ഒരു വിശ്വാസം. അതുപോലെ തന്നെ ഹേമ കമ്മിറ്റിയിൽ ഈ പാർവതിനെ പോലുള്ള കുട്ടികളൊക്കെ അവരൊക്കെ വളരെ ബോൾഡാണ്. അങ്ങനെയുള്ളവർ നീ വരണം, പിള്ളേർ മുമ്പോട്ട് ധൈര്യമായിട്ട് വരണം, ആരെ പേടിക്കുക. കാരണം ഇന്ന് മീഡിയ സപ്പോർട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് കാര്യമാണെങ്കിലും മീഡിയയിൽ വിളിച്ച് പറയാം. നിയമം നമ്മുടെ കൂടെയുണ്ട്, ജനങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും. അതുകൊണ്ട് നിങ്ങൾ ആരെയും പേടിക്കാതെ എല്ലാവരും മുൻപോട്ട് വരണമെന്നാണ് പറയുന്നത്. കാരണം നാളെ ഒരു പെൺകുട്ടികൾക്കും സിനിമാ ഫീൽഡ് എന്നല്ല ഒരു ഫീൽഡിൽ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാൻ നിയമത്തിൻ്റെ കൂടെ നീതിക്ക് വേണ്ടി ഞാനിത് പരാതിയായിട്ട് തന്നെ മുമ്പോട്ട് പോകും.